പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്ത കാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെ വാക്യങ്ങൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. ഈശോ പിശാച് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുന്നതാണ് ഈ തിരുവചന ഭാഗം. അതിലിങ്ങനെ പറയുന്നു: ഒരു പിതാവിന്റെ ഏക മകനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഒരു പിതാവിന്റെ ഏക മകനായിരുന്നു അവൻ. പിശാച് ബാധിച്ച് പ്രശ്നങ്ങളുമായി വന്ന് ശിഷ്യരുടെ അടുക്കൽ പറ്റാഞ്ഞിട്ട് ഈശോ അടുക്കൽ വന്ന് സഹായം ചോദിച്ച് സൗഖ്യം നേടി പോകുന്നു. അവനൊരു പിതാവിന്റെ ഏക മകനായിരുന്നുവെന്ന് സുവിശേഷം എടുത്തു പറയുന്നു. ഈ മംഗളവാർത്ത കാലത്തിൽ നമ്മൾ ഹൃദയത്തിൽ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ദൈവപിതാവിന്റെ ഏക മകനായ ഈശോയെ നമുക്ക് ഈ പിതാവായ ദൈവം രക്ഷകനായി തന്നതാണ് ഈ മംഗളവാർത്ത കാലത്ത് നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. അതോടൊപ്പം ഈ തിരുവചന ഭാഗത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ്: ഈ അത്ഭുതം കണ്ടപ്പോൾ ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ദൈവത്തിന്റെ മഹത്തായ ഈ ശക്തി നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ മിശിഹ. മംഗളവാർത്ത കാലത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഈ തിരുവചന ഭാഗത്തെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ മിശിഹ. ദൈവത്തിന്റെ ഈ ശക്തിയാണ്, ഈശോയുടെ ആ ശക്തിയാണ് ആ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയത്. അതുപോലെ നിരവധി അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ പ്രവർത്തിച്ചത്. ഇതേ ദൈവത്തിന്റെ ശക്തി നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ ആകുലതകളിലേക്ക് കടന്നു വന്ന് നമ്മളെയും സൗഖ്യപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും ഈ ശക്തി, ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരുന്നുണ്ട്. അത് വിശുദ്ധ കുർബാനയിലൂടെയാണ്, തിരുസഭയിലെ മറ്റ് കൂദാശകളിലൂടെയാണ്, വളരെ പ്രത്യേകമായി വിശുദ്ധ കുർബാനയിലൂടെ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ വചനം കേൾക്കുന്നു. ഇവിടെ പിശാച് ബാധിച്ച ബാലനെ ഈശോ വാക്കുകൾ കൊണ്ട് ആ അശുദ്ധാത്മാവിനെ ശാസിക്കുന്നു. പിന്നീട് ഈശോയുടെ കരത്തിന്റെ സ്പർശം നൽകി ആ മകനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ വിശുദ്ധ കുർബാനയിൽ ഈശോത്തിന്റെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഹൃദയങ്ങളിൽ നിന്ന് തിന്മയെ മാറ്റിക്കളയുന്നു, അശുദ്ധാത്മാവിനെ ശാസിച്ചു പുറത്താക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് നമുക്ക് ആവശ്യമായ സൗഖ്യം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകുകയും ചെയ്യുന്നു. ഈശോ നമ്മളെ വിശുദ്ധ കുർബാനയിലൂടെ, തിരുസഭയിലെ കൂദാശകളിലൂടെ സൗഖ്യപ്പെടുത്തുന്നു, രക്ഷിക്കുന്നു. നമ്മളിലേക്ക് ഓരോ ദിവസവും കടന്നു വന്ന് ദൈവത്തിന്റെ ശക്തി നമ്മളിൽ കുടികൊള്ളുന്നുവെന്ന് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. വിശുദ്ധ കുർബാനയിലും കൂദാശകളിലുമുള്ള സഭയിലുള്ള അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, ദൈവത്തിന്റെ ശക്തി, മഹത്തായ ശക്തിയാണ് ഞങ്ങളിൽ ഓരോ ദിവസവും വരുന്നതെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി അങ്ങയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുവാനും അങ്ങനെ ഞങ്ങൾ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും സൗഖ്യമുള്ളവരായി മാറുവാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.